ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ വൈറലായിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അത് സൂപ്പർ സാധനമായിട്ട് നമ്മൾ വിചാരിക്കണ പോലെയല്ല, അടിപൊളിയാണ്. ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് ഇത്ര നല്ല അടിപൊളി സംഭവമാണെന്ന്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. ആദ്യം കുറച്ചൊരു പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് 1-2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് അധികം തീയൊന്നും വെക്കരുത്, ചെറിയ ചൂടിൽ ചെയ്യാൻ പാടില്ല. കാരണം തീ ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ മുളക് പൊടി കരിഞ്ഞു പോകും. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ചെറുള്ളി ഷാലറ്റ്സ് ഉണ്ട്, അത് ഇടുന്നു. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ തീ എപ്പോഴും കുറവ് മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട്. പുളി ഒഴിച്ച് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആവും. പിന്നെ കുറച്ച് ഉപ്പും നോക്കിയിട്ട് ഇടാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു ഞാനിപ്പോഴത്തേക്കുന്നത് പൊമ്പാനോ എന്ന് പറയും, നമ്മുടെ നാട്ടിലെ വൈറ്റ് ആവോലി എന്ന് പറയുന്നതാണ്. അതൊരു ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് ഞാൻ ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ടുള്ള കാരണം നിങ്ങൾക്ക് ഭയങ്കര ഓയിൽ തോന്നും, പക്ഷെ അതെന്തായാലും നല്ല ആവശ്യമാണ് നമുക്ക്. ആ പൊമ്പാനെ ഒരു സൈഡ് വെക്കുക. എന്നിട്ട് നമ്മളൊരു 7 മിനിറ്റ്സ് എങ്കിലും നമ്മളിതിനെ ഈ സൈഡ് കുക്ക് ചെയ്യാൻ നോക്കിയിരിക്കുക. അതിനുശേഷം നമ്മളിന്ന് മറിച്ചിടുന്നുണ്ട്. ഒരു 7 മിനിറ്റോ കുറച്ച് കഴിയുമ്പോൾ മറിച്ചിടുക. ഇത് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് അത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വട്ടം ഒന്നല്ല, 3-4 വട്ടം നമ്മൾ തിരിച്ച് മറിച്ചിടുന്നുണ്ട്. ഒരു 20-25 മിനിറ്റ്സിൽ ഇത് കുക്കായി കിട്ടും. 2 സൈഡും മറിച്ചിടാൻ പറഞ്ഞ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിനിട്ട് കുക്ക് ചെയ്തിട്ട് 2 സൈഡും ആക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അടി പിടിക്കും. കാരണം മുളക് പൊടി ഉള്ള കാരണം പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 7 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും തിരിച്ചിടണം. അങ്ങനെ കുക്ക് ചെയ്യേണ്ടത് കേട്ടോ. പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൈഡ് മാത്രം ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടി പിടിക്കുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. ഇത് കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ പൊറോട്ടയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഫിഷ് ഫ്രൈ ആട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പൊമ്പാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിങ് ഫിഷോ അല്ലെങ്കിൽ ഏത് സ്റ്റേക്ക് പീസ് പോലത്തുള്ള ഫിഷ് എടുക്കാൻ പറ്റും. ലാസ്റ്റ് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടല്ലോ, ഇതൊരു ജെമ്മാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാം.